ന്യൂ മൂൺ എനർജി നിങ്ങളിലേക്ക് എന്താണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. മേക്ക് ദ റൈറ്റ് ചോയ്സ്. ബി ഹംബിൾ ഇൻ ഓൾ യു ഡു. വാനിറ്റി ബ്രീഡ് സിക്നെസ്. നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നില്ല. നിങ്ങളോട് ദുരഭിമാനം വെടിയാനാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കുക. അതെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഈശ്വരന് സറണ്ടർ ചെയ്യുക. ശരിയായ വഴി കാണിച്ചു തരാൻ പ്രപഞ്ചശക്തിയോട് അപേക്ഷിക്കുക. നിങ്ങൾക്ക് ക്ലിയറായി ഉത്തരം ലഭിക്കും ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. ടഫ് ടൈംസ് ആണ്, അതായത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ. സമയദോഷം എന്നൊക്കെ നമ്മൾ പറയും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞതെല്ലാം വിട്ടുകളയുക. നല്ല സമയം കടന്നു പോയതുപോലെ തന്നെ ഈ ചീത്ത സമയവും തീർച്ചയായും കടന്നു പോകും. നിങ്ങൾക്ക് ഒരു മാറ്റം അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ റിസൾട്ടാണ്. പേ ഫോർ യുവർ ഡീഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കില്ല, മുൻ ജന്മത്തിലായിരിക്കാം. എന്തൊക്കെയോ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ വിഷമം നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് പ്രപഞ്ചശക്തി സൂചിപ്പിക്കുന്നത്. പക്ഷേ വിഷമിക്കേണ്ടതില്ല. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത് തന്നെ ലഭിക്കും. വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഡിവൈൻ ഹെൽപ്പ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ സഹായം അടുത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഈ വിഷമഘട്ടങ്ങളും പ്രതിസന്ധികളും എല്ലാം ഈശ്വര സഹായത്തോടു കൂടി സുന്ദരമായി മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന പ്രപഞ്ചത്തിൻ്റെ വാഗ്ദാനമാണ് ഇത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈശ്വരൻ്റെ ഹെൽപ്പ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൂടി നോക്കാം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. തിങ്ക് ആൻഡ് ആക്ട് വൈസ്ലി. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏത് ചോയ്സ് എടുക്കണം എന്ന് നിങ്ങൾക്കറിയുന്നില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്കറിയുന്നില്ല. പക്ഷേ ഈശ്വര ചൈതന്യം നിങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുക, ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രവർത്തിക്കുക. അവസാനമായി വന്നിരിക്കുന്നത് ഡിവൈൻ ദർശൻ എന്നതാണ്. ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിൻ്റെ ഈ യാത്ര സന്തോഷകരമായി പര്യവസാനിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഈശ്വരൻ പ്ലാൻ ചെയ്ത് നിങ്ങളെ അതിലൂടെ കൊണ്ടുപോവുകയാണ്.